നമ്മുടെ മക്കൾക്ക് വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടുത്തെ മാനേജ്മെന്റ് ഏത് സിസ്റ്റത്തിൽ പോകുന്നവരാണ്, അവിടുത്തെ PTA കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ്, അവിടെ റാഗിങ് എന്ന് പറയുന്ന പ്രവണതകളുണ്ടോ, അവിടുത്തെ അന്തരീക്ഷം എന്താണ്, അവിടെ സുരക്ഷിതത്വമുണ്ടോ. സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് സുരക്ഷിതത്വം വേണം. എന്താണോ വിദ്യാഭ്യാസമെങ്കിൽ അത് അതേ രൂപത്തിൽ ചരിത്രങ്ങളെ വളച്ചൊടിക്കാതെ പഠിപ്പിച്ചു കൊടുക്കുന്ന കലാലയങ്ങളെ തിരഞ്ഞെടുക്കണം. അതോടുകൂടെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ മതചിഹ്നങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന കലാലയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അറിവിനോടൊപ്പം തന്നെ സംസ്കാരത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. മതമൂല്യങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയ പഠനം വേണം, വലിയ വിദ്യാഭ്യാസം വേണം എന്ന് കരുതി മതചിഹ്നങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ വർഷത്തിലല്ലേ എറണാകുളം ജില്ലയിലുള്ള പള്ളുരുത്തിയിൽ ഒരു സംഭവം നടന്നത്. ഞാൻ അതിലേക്ക് പ്രവേശിക്കല്ല. അന്നേരം നമ്മൾ അതിനെതിരെ പ്രക്ഷോഭത്തിലേക്ക്, സമരങ്ങളിലേക്കൊക്കെ കടക്കുന്നതിൻ്റെ മുമ്പ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുട്ടിക്കും മുന്നോട്ട് പോകാൻ പറ്റുന്ന ക്യാമ്പസ് ആണോ എന്ന് കൃത്യമായി ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കേണ്ടത്. അത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. കോഴിക്കോട് ജില്ലയിലെ ഷഹബാസിനെ മറക്കാനാവുന്നില്ലല്ലോ. റാഗിങ്ങിന്റെ പേരിൽ മരണപ്പെട്ടു പോയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വിദ്യാലയങ്ങളുടെ അന്തരീക്ഷം എന്താണെന്ന് നോക്കുക, പഠന പുരോഗതി എന്താണെന്ന് നോക്കുക. ഇന്ന് മാർക്കറ്റിങ്ങിന്റെ കാലമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയങ്ങൾ ഉഷാറാണ്, ഞങ്ങളുടെ വിദ്യാലയങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മാർക്കറ്റിങ്ങിന്റെ തന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല. അമിതമായി സ്ട്രെസ് കൊടുക്കുന്ന, പഠനത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന കലാലയങ്ങളെ മറന്നേക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏതാണോ പറ്റുന്നതെങ്കിൽ ആ ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നിർബന്ധമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ക്യാമ്പസുകൾ ഏതാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ടത്. സംസ്കാരത്തെ സംരക്ഷിക്കണം. കഴിഞ്ഞ ദിവസം കർണാടക ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഹിജാബ് വിവാദം കഴിഞ്ഞ വർഷത്തിൽ നടന്നു. അതിനെ തിരുത്തിക്കൊണ്ട് കർണാടക ഗവൺമെന്റ് പുതിയ രൂപത്തിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയും ആ നിയമത്തെ തിരുത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ. ആ രൂപത്തിലുള്ള ചില തിരുത്തലുകൾ നമ്മുടെ കേരളത്തിലും അനിവാര്യമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ യൂണിഫോമുകളെ ഏകീകൃതമാക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളുടെ പല സംസ്കാരങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ ഡൊണേഷൻ മേടിച്ചുകൊണ്ടാണ് +1 അടക്കമുള്ള സീറ്റുകളിലേക്ക് ഓരോ വിദ്യാർത്ഥികളെയും അഡ്മിഷൻ എടുക്കുന്നത്. ഇനി ഇപ്പൊ കാണാം, പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള സീറ്റില്ല, മലബാർ മേഖലകളിൽ സീറ്റുകൾക്ക് കുറവാണ് എന്നുള്ള വാർത്തകളൊക്കെ വരാനിരിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് ആ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരട്ടെ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരട്ടെ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.